ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് 3Dയിൽ ഉൾപ്പെടുത്താം. സോ ഇതെന്താണ് നമ്മുടെ ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻ എന്നുള്ള കേസ് അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ എന്നുള്ള കേസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ചോദ്യം തന്നെയാണ് അല്ലേ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻഫിനിറ്റി മിനി സൊല്യൂഷൻ ഫോർ എ ഈക്വൽ ടു 8, ബി ഈക്വൽ ടു 14, യൂണീക് സൊല്യൂഷൻ ഫോർ എ ഈക്വൽ ടു 8, ബി ഈക്വൽ ടു 6, അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ത് കിട്ടും മക്കളെ? 1 1 1 2 5 a 1 2 3. റെഡി? ഇതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും. ഇത് ഞാൻ ഈ ഡിറ്റർമിനന്റ് 0 പറയുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ സൊല്യൂഷൻ കേസ് ഞാൻ ആദ്യം നോക്കുക. ഇത് 0 ആകുമ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടുമെന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ 1 × 15 മൈനസ് 2a, ദെൻ മൈനസ് 1 × 6 മൈനസ് a, then plus 1 × 4 minus 5 equal to 0. So 15 minus 2a minus 6 plus a plus 1 equal to 0. So ഇവിടെ നമുക്ക് ഇത് എത്ര കിട്ടും? 9 plus 1 10 വരും. then നമുക്ക് ഇവിടുന്ന് ഇത് എത്ര കിട്ടും മക്കളെ? അല്ലല്ല, സോ ഇത് എവിടെയും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ, ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാല്യൂസ് എല്ലാം എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? 1 1 1 2 5 a 1 2 3. ഓക്കെ, ഒന്നുകൂടി ഡിറ്റർമിനന്റ് എടുക്കാം നമുക്ക്. 1 × 15 മൈനസ് 2a മൈനസ് 1 × 6 മൈനസ് 5, യെസ് സോറി 6 മൈനസ് a, ദെൻ 1 × 2 × 2 4 മൈനസ് 5. ഓക്കെ, 4 മൈനസ് 5 ഈക്വൽ ടു 0. ശ്രദ്ധിക്കണേ. സോ 15 മൈനസ് 2a മൈനസ് 6 പ്ലസ് a, ഇവിടെ മൈനസ് 1 വരും. അതാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, യെസ് കറക്റ്റ് ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ 8 വരും, ദെൻ 8 മൈനസ് a വരും, സിക്കൽ 0, a ഈക്വൽ ടു നമുക്ക് 8 കിട്ടും. അപ്പോൾ a ഈക്വൽ ടു 8 കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിലും നോ സൊല്യൂഷൻ ആണെങ്കിലും ഡിറ്റർമിനന്റ് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താണ്? 0 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ a ഈക്വൽ ടു 8 ഓക്കെ ആണ്. ഇനി നമുക്ക് ആ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കേസ് ആദ്യം നമുക്ക് നോക്കാം. D1 ഉം D2 ഉം D3 ഉം 0 ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷനാണ്. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ആദ്യം ഞാൻ D3 കാണുവാണ്. D3 എഴുതുവാണെങ്കിൽ ഇതെടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആദ്യം D3 അങ്ങ് കണ്ടുപിടിക്കാൻ പോവാം. D3 നോട്ടിക്കൽ 0 1 1 6 2 5 36 1 2 b. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുത്തിട്ട് ബി കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, സോ 1 × 5b മൈനസ് 2 × 36 മൈനസ് 1 × 2b മൈനസ് 36, ദെൻ 6 × 4 മൈനസ് 5 ഈക്വൽ ടു 0. ഇത് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് 14 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ബി ഈക്വൽ ടു 14 അതുപോലെ എ ഈക്വൽ ടു 8 വന്നാൽ D 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബി ഈക്വൽ ടു 14 നമുക്ക് വരുന്നുണ്ട്. അപ്പം ബി ഈക്വൽ ടു 14 വരുന്ന സമയത്ത് ആണെങ്കിൽ എന്താണ് ഇത് D3 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി മിനി സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. പക്ഷേ ഇൻഫിനിറ്റി മിനി സൊല്യൂഷൻ ആണെങ്കിൽ D2 എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ D2 നമുക്ക് എന്ത് ചെയ്യണം? 0 കിട്ടണം. അപ്പോൾ D2 കൂടെ നമുക്ക് 0 ആകുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, D2 എന്ന് പറഞ്ഞാൽ 1 2 1, then 6 36 b, then അടുത്ത നമുക്ക് ഏതാ മക്കളെ വരുന്നത്? നമ്മുടെ ഏതായിരുന്നു വാല്യൂ? 1 a 3. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. a 3 b 14 അല്ലേ, b 14. ഇത് ചെയ്യുമ്പോൾ ഇത് 0 കിട്ടിയാൽ നമുക്ക് എന്താണ്? സെറ്റാണ്. ഓക്കെ, റെഡി. സോ 1 × 36 × 3 മൈനസ് 14 × 8, ദെൻ മൈനസ് 6 × 6 മൈനസ് 8 പ്ലസ് 1 × 2 × 14 മൈനസ് 36. ഡെഫിനറ്റ്ലി ഇത് നമുക്ക് 0 കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെല്ലാം തന്നെ എന്താണ്? D1 D2 D3 എല്ലാം 0 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഫോർ A ഈക്വൽ ടു 8, B ഈക്വൽ ടു 14. ക്ലിയർ അല്ലേ?